ഇവിടെ ഇപ്പം മഴ പെയ്തു കേട്ടോ. ഒരു കുഴപ്പമില്ലാത്തൊരു മഴ പെയ്തു. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒരുത്തൻ ഒരു ചെയറിലിരിക്കുന്നുണ്ട്. ഒരുത്തി ഇതേ ഇവിടെ ബോധമില്ലാതെ കിടന്നുറങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ ചൊറിയാനായിട്ട് എണീറ്റതാകുന്നുണ്ട്. ഞാൻ അതാ താഴെയുണ്ട്. എന്താണ് ഞാൻ താഴെ ഇരിക്കുക, നീ ഇവിടെ കസാരയിൽ കയറിയിരിക്കുക. ഇത് ഇവിടുത്തെ ന്യായാടി. മഴ പെയ്തിട്ട് ഇങ്ങനെ നല്ല തണുപ്പുണ്ട് അല്ലേ. ഇങ്ങനെ പുതച്ച് മൂടി കെടുക്കുക അവള്. തങ്കക്കുട്ടിയാണ് ഇട്ടത്. തങ്കമ്മ 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 കുട്ടിയാണ്. തങ്കമ്മ കുട്ടി അല്ലേ? തങ്കമ്മ കുട്ടിയല്ലേ ഇത്? അല്ലേ? തണുത്തിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടാ. മഴ പെയ്തിട്ട് മഴ പെയ്തിട്ടിങ്ങനെ തത്തിട്ടിരിക്കുക കേട്ടാ. തണുത്തിട്ട് ഇങ്ങോട്ട് താഴെ ഇറങ്ങിയേ. എനിക്കിരിക്കണ്ടേ? ഇക്കണ്ടേ? ഉമ്മാക്ക് ഇക്കണ്ടേ പൊന്നെ? സുന്ദരിപ്പെന്നെ അപ്പൂ അപ്പുട്ട. അയ്യോ അപ്പുട്ട നല്ല ഉറക്കാട്ടാ. ഒരു ബോധമില്ല. നല്ല ഉറക്കത്തില്. വിളിക്കണ്ട, അവിടെ കിടന്നുറങ്ങട്ടെ. അച്ചടാ വാവങ്ങനോങ്ങ കുഞ്ഞിച്ചൊക്കെ. അപ്പോ നല്ല ക്ഷീണുണ്ട്. ഇപ്പോൾ ഇന്ന് കാലത്തൊന്നും വന്നിട്ടില്ല. വൈകുന്നേരം കയറി വന്നത്. എനിക്ക് ടെൻഷൻ അവനെ വരാതാവുമ്പോഴൊക്കെ. പക്ഷേ എവിടെ പോയാലും ആള് വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇവിടെ എത്തും. അപ്പോൾ കുറേ മുറികളും ഒക്കെ ഉണ്ടാവും. ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് ഒരു 2-3 പൂച്ചകൾ. അവരിനായിട്ടാണ് അവിടുന്ന് തല്ലൂടിയിട്ടൊക്കെ ഇങ്ങനെ വരണതാ തോന്നുന്നുണ്ടവൻ. ഇതാട്ടെ കുഞ്ഞിപ്പാപ്പ എത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ക്ലീനൊക്കെ ആക്കി കൊടുത്ത് അവൻ്റെ ചെവിയും കണ്ണും മൂക്കും ഒക്കെ ക്ലീനാക്കി കൊടുത്ത്. ഇനി കുഞ്ഞിച്ചക്കതാട്ടാ ചളിയിലേക്ക് ഇറങ്ങണ്. ഡാ ചാർലി ഇങ്ങോട്ട് കയറിയേ. അവിടെ പൂച്ച ഉണ്ട് കേട്ടാ. ഇങ്ങോട്ട് പോരെ. ഇങ്ങോട്ട് വാ. ദേ പോണ്. അതങ്ങനെ ഒരു സാധനം. അന്നൊരു കാടൻ പൂച്ച വന്നിട്ടതേ ഇവള് കടി പിടി ഒക്കെ ആയി. ഇല്ലേ പൊന്നു? ഇല്ലേ? ഇല്ലേ? നല്ല ഇടി കിട്ടിയ പൊന്നമ്മക്ക്? നിനക്ക് നല്ല ഇടി കിട്ടിയില്ലേ? കാടൻ പൂച്ചടായിട്ട് പോയിട്ട് കളിക്കരുതെന്ന് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ടാ? അറിയാത്ത പോലെ വലിയ ആളാവില്ല കേട്ടാ. കാടൻ പൂച്ച വന്നാൽ ഇഞ്ഞി പോയിട്ട് മുന്നിലിരിക്കട്ടാ കേട്ടാ കുഞ്ഞു. കേട്ടോ കണ്ണിട്ട് കുത്തട്ടെ. ഒറ്റ പിച്ച തന്നാണ്ടല്ലോ. എണീക്കടി ഇവിടുന്ന്. എഴുന്നേക്കടി. എന്താ കുഞ്ഞുകളി മാറിയില്ലേ? തള്ളപ്പിടിയെ കുഞ്ഞുകളി മാറിയില്ലേ? ഇല്ലേ? കൊഞ്ചാൻ കെടുക്കുക. നിൻ്റെ ഒരു അണ്ണാച്ചി മോൻ അതാ കിടന്നുറങ്ങണേ. ഒരു അണ്ണാച്ചി ചെക്കൻ അതാ എങ്ങോട്ടോ പോയി. 2 നിൻ്റെ പോലെ തന്നെ ഒരനുസരണ ഇല്ല. 2 കുരുത്തക്കെട്ട 2 തന്നെയാണ്. എണീക്കടി അവിടുന്ന്. അവളവിടെ ഒരു കെടുക്കണതാ. എണീക്കടി അവിടുന്ന്. ഓടി വരിക, റൂമിലേക്ക് ഓടുക, അവിടെ നിന്ന് അങ്ങോട്ട് ഓടുക, ഇവിടുന്ന് ഇങ്ങോട്ട് ഓടുക. പൊന്നമ്മയുടെ സുന്ദരി പെണ്ണ് വാ കൂട്ടി കയറ് വാ. നീ കളിക്കാൻ നേരല്ലേ? എണീക്കടി. എഴുന്നേക്ക്. തടിച്ച് പാറുവാണ് കേട്ടാ. നല്ല വെയിറ്റ് ഉണ്ട്. ഇവിടുത്തെ ഗുണ്ടമ്മയാണ്.
എണീക്ക് കൂട്ടി കയറ് കളിക്കുക കൊഞ്ചാ നിൽക്കല്ലേ നല്ല കിട്ടുൻ്റെ ഇത് എണീക്ക് വടി എടുക്കണ വടി വേണ എഴുന്നേക്ക് കൂട്ടി കയറി വാ 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 മടിച്ച് കോതേട് വാ വാ ഇവരനെ 2 പേരിനെ കൂടി ഒരുമിച്ചിടാൻ പറ്റില്ല ചാർലിനെയും ഇവളെയും 2 പേരും ഭയങ്കര തല്ലൂട്ടാ തല്ലുകൂടെ പിന്നെ അവന് വെള്ളം ഉപദ്രവിക്കണമുണ്ട് 2 പേരും നല്ല കുറുമ്പാ അമ്മയും മോനും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടെണ്ണം കുറുമ്പന്മാരാ എണീക്ക് അവിടുന്ന് റെഡിക്ക് എടുക്കടി അവിടെ റെഡിക്ക് എടുക്ക് ഒരു അച്ചടക്കല്ലാത്ത ജന്തു എണീക്ക് വാ 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 എന്നെ കടിച്ചിട്ടൊന്നും കാര്യമില്ല എണീക്ക് അവിടുന്ന് ചാർലി പാപ്പാ ചാർലി സുന്ദര അമ്മടി സുന്ദരി ഓ എന്ത് തൊന്തരനാ കൊതു കച്ചിട്ടില്ല ചെവിയുടെ മേലെ കൊതു പോയി അമ്മടി സുന്ദരിയായിട്ടത് കുഞ്ഞിച്ചക്ക കൂട്ടിൽ പോയിട്ട് ശീശി ഒഴിക്കാൻ പോയതാ അല്ലേ കൂട്ടിൽ പോയിട്ട് ശീശി ഒഴിക്കുകയുള്ളൂ ഇവിടെ വെച്ചിട്ട് ലിറ്റർ ബോക്സ് നാണക്കേടാ വലിയ ചെക്കനായില്ലേ ഞങ്ങൾ ശീശി ഒഴിക്കണമെന്നാരും കാണണ്ടെന്ന് വിചാരിച്ചിട്ട് അല്ലേ കുഞ്ഞിച്ചക്ക വാ കേറ് എന്തായി ചാളി പാപ്പ എന്താ ചാളി പാപ്പ ഉണ്ടായി കയറി വീട്ടിൽ കയറിക്കോ വാ 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 വീട്ടിൽ കയറ് വാ വീട്ടിൽ കയറ് എനിക്ക് അയ്യോ എഴുന്നേക്ക് വാടി വാ അത്ര മടി പാടില്ലല്ലോ ഒരാൾ കൂട്ടി കൊടുക്ക് നീ എന്നല്ല കൂട്ടി കേൾക്കാറ് മടിയെത്തി രാത്രി മാത്രമല്ലേ ഇടണത് അല്ലേ രാത്രി മാത്രം ഒരാളെ കൂട്ടിൽ കെടുക്കുക കേട്ടാ ഓക്കെ ചാർലി എന്നടാ കുഞ്ഞിക്കള്ള അങ്ങോട്ട് വാ ഓടി വാ കുഞ്ഞിക്കള്ളനൊന്ന് പിടിക്കട്ടെ കേട്ടാ അപ്പോൾ കുഞ്ഞിക്കള്ളനോട് വീട്ടിൽ കയറാൻ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ വീട്ടിൽ കയറ് ഓട് അപ്പം ഇനി ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് പോവുക ഇവനകത്തിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ് ഭയങ്കരമായിട്ട് വയലൻ്റ് ആവും പിന്നെ ഇല്ല ഒരു കാര്യം പറഞ്ഞത് അപ്പൂൻ്റെ കാര്യം പറഞ്ഞത് കേട്ടാ കൊതു കച്ചുണ്ടോ വലിയ കൊതു കച്ചല്ലോ അപ്പോൾ ഭയങ്കര വയലൻ്റ് അപ്പോൾ വീട്ടിലെ സാധനങ്ങളാണെങ്കിലും ആകെ ഭ്രാന്തായ പോലെ ഇവനടച്ചിട്ട അപ്പോൾ അതുകൊണ്ട് ഇവനെ പുറത്ത് കെടുത്താണ് അല്ലേ അപ്പുവോ നന്നായി ഉറങ്ങട്ടെ ഇവിടെ ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും പിന്നെ കുറേ കിടന്ന് കരയും മേ വന്നു കഴിഞ്ഞാൽ കുറേ വിശേഷങ്ങളുണ്ട് അവർക്ക് പറയാനായിട്ടാണ് അതൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നന്നായി ഉറങ്ങി നമ്മളോട് അടുത്ത് വന്ന് ഭയങ്കര സ്നേഹമായി പെരുമാറും അതുണ്ട് എപ്പോഴും റൗഡിയാണ് എപ്പോഴും അടിയിടിയിലാക്കിയിട്ട് സ്ക്രാച്ച് ആയിട്ട് വരും അതാണ് പിന്നെ ഒരു സമാധാനം കൊച്ചുച്ചക്കൻ ബായിട്ടാ ഗുഡ് നൈറ്റ്